ഹലോ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. ഇപ്പോൾ നമ്മുടെ ലൈക്കേനെയും കുട്ടിമണീനെ അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നിങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മാങ്ങ തുറ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല. മാങ്ങയുടെ സീസണായിട്ട് നമ്മൾ ട്രൈ ചെയ്തില്ല, അത് വലിയൊരു നഷ്ടമായി. ബാക്കി പച്ചമാങ്ങയുടെ നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷെ നല്ല വെയിൽ വേണം കേട്ടോ നമ്മുടെ ഈ മാങ്ങ ഉണക്കണമെങ്കിൽ. അപ്പം നമ്മളിന്ന് പുറത്ത് പോയ സമയത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റേജിൻ്റെ പ്രോഗ്രാം. അപ്പം +1 +2 ജയിച്ച എല്ലാവരെയും അനുമോദിക്കലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ പങ്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ പോയപ്പം ഒരു ഉമ്മ തന്നതാണ് നമ്മുടെ ഈ തുറമാങ്ങ. ഈ 3 മാങ്ങയ്ക്ക് 50 റുപ്പീസാണ് കേട്ടോ വരുന്നത്. കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കവർ എന്തായാലും വാങ്ങി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാങ്ങ എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. വന്ന പാടെ നമ്മൾ ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ ട്രൈ ചെയ്യാത്ത വളരെ നഷ്ടമായിപ്പോയി എന്ന് അപ്പോൾ തോന്നി. കാരണം മാങ്ങ ഇഷ്ടംപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല മാങ്ങ വേഗം പഴുത്തുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാനൊരു മാങ്ങ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട്. എരിവും പുളി ഉപ്പും എല്ലാം പാകമാണ് കേട്ടോ. കഴിച്ചപ്പോൾ നിങ്ങളെല്ലാവരും തിന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. നമുക്ക് ഇതുപോലെ 2 കൂടിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിന്നുകൊണ്ടിരിക്കും. നല്ല എരിവുണ്ട്. മെയിൻ കോമ്പിനേഷൻ നമ്മുടെ കഞ്ഞീൻ്റെ ഒക്കെ കൂടെയാണ് കേട്ടോ. കഞ്ഞിയും ഇച്ചിരി മോരും കുറച്ച് കാന്താരി മുളകും പിന്നെ ഈ മാങ്ങയും കുറച്ച് പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറായി. എന്തായാലും ഞാൻ കഴിക്കട്ടെ. അല്ലേ കണ്ടില്ല, എൻ്റെ കയ്യിൽ നിറച്ച് ഒന്ന് മസാല എല്ലായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എനിക്കിഷ്ടമായി. ഇവന്മാരൊന്ന് നോക്കി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.